എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് താർ മരുഭൂമിയെ കുറിച്ചാണ്. ആദ്യം എന്താണ് മരുഭൂമി എന്ന് നോക്കാം. 25 സെൻറ്റിമീറ്ററിലും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് പൊതുവെ മരുഭൂമികൾ എന്ന് വിളിക്കുന്നത്. മരുഭൂമികൾ രണ്ട് തരം ഉണ്ട്. ശീതമരുഭൂമികൾ അതുപോലെ തന്നെ ഉഷ്ണമരുഭൂമികൾ. എന്താണ് ശീതമരുഭൂമികൾ എന്ന് നോക്കാം. ധ്രുവപ്രദേശങ്ങളിലും മിതശീതോഷ്ണ പ്രദേശങ്ങളിലും പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞുമൂടി കിടക്കുന്ന കൊടും തണുപ്പനുഭവപ്പെടുന്ന പ്രദേശമാണ് ശീതമരുഭൂമികൾ. എന്നാൽ 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ. നിങ്ങൾക്കറിയാമോ ഇന്ത്യയിലെ വിശാലമായ ഉഷ്ണമരുഭൂമി ഏതാണെന്ന്? താർ മരുഭൂമി അല്ലെങ്കിൽ പടിഞ്ഞാറൻ മരുഭൂമിയാണ് ഇന്ത്യയിലെ വിശാലമായ ഉഷ്ണമരുഭൂമി. ഇനി താർ മരുഭൂമിയുടെ അതിർത്തികൾ പരിശോധിച്ചാലോ? താർ മരുഭൂമിയുടെ കിഴക്ക് അതിർത്തിയിൽ അരാവലി നിരകൾ സ്ഥിതി ചെയ്യുന്നു. താർ മരുഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി സിന്ധു നദീതടം കാണപ്പെടുന്നു. തെക്ക് ഭാഗത്തായി റാൻ ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്നു. നിങ്ങൾക്കറിയാമോ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഉപ്പ് മരുഭൂമി കാണപ്പെടുന്നത് ഈയൊരു ഭാഗത്താണ്. അതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സത്ലജ് നദീതടം സ്ഥിതി ചെയ്യുന്നു. ഇനി താർ മരുഭൂമിയുടെ കാലാവസ്ഥയെക്കുറിച്ച് നോക്കിയാലോ? മാർച്ച് മാസത്തോടെ താർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കുന്നു. വേനൽക്കാലം ചുട്ടുപൊള്ളുന്നതും വരണ്ടതുമാണ്. ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റുകളും വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകളാണ്. ജൂൺ മാസത്തോടെ വേനൽക്കാലം അവസാനിക്കുന്നു. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് താർ മരുഭൂമിയിലെ മഴക്കാലം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ മഴയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിലും താരതമ്യേന വളരെ കുറഞ്ഞ വാർഷിക മഴയാണ് ഇവിടെ ലഭിക്കുന്നത്. ഡിസംബർ മാസത്തോടെ താർ മരുഭൂമിയിൽ ശൈത്യകാലം ആരംഭിക്കുന്നു. ഈ കാലയളവിലെ ശരാശരി താപനില 5 ഡിഗ്രി സെൽഷ്യസിനും 10 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. ജനുവരിയിൽ ഇവിടെ അതിശൈത്യം അനുഭവപ്പെടുന്നു. മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് താർ മരുഭൂമിയിൽ പൊതുവെ വളരുന്ന സസ്യങ്ങൾ. വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഗം അറബിക്, അക്കേഷ്യ, യൂഫോർബിയ തുടങ്ങിയ സസ്യങ്ങൾ ഈ ഭൂപ്രകൃതിയിൽ വളരുന്നു. അടുത്തതായി താർ മരുഭൂമിയിലെ ജന്തുജാലങ്ങളെ പരിചയപ്പെട്ടാലോ? മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒട്ടകങ്ങളാണ് ഈ പ്രദേശത്തെ ജന്തുജാലങ്ങളിൽ പ്രധാനം. താർ നിരവധി ഇനം പക്ഷികളുടെയും ഉരഗങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. നിരവധി ഇനം ഉരഗങ്ങൾ, തേളുകൾ, കീരി, ചുവന്ന കുറുക്കൻ എന്നിവ താർ മരുഭൂമിയിലെ ജീവികളിൽ ഉൾപ്പെടുന്നു. താർ മരുഭൂമി എന്താണെന്നും താർ മരുഭൂമിയുടെ അതിർത്തികൾ, കാലാവസ്ഥ, ജന്തുജാലങ്ങൾ തുടങ്ങിയ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതൊക്കെ ഒന്ന് ഓർത്തെടുത്ത് നോക്കിയേ ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതാണ്. ഒന്നാമത്തെ ചോദ്യം: താർ മരുഭൂമിയുടെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നത് എന്ത്? ഗംഗാ നദീതടം, കാവേരി നദീതടം, അരാവലി നിരകൾ, സിന്ധു നദീതടം. ഉത്തരം അരാവലി നിരകൾ. 2. താർ മരുഭൂമിയുടെ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നത് എന്ത്? അരാവലി നിരകൾ, സിന്ധു നദീതടം, ഗംഗാ സമതലം, റാൻ ഓഫ് കച്ച്. ഉത്തരം റാൻ ഓഫ് കച്ച്. മൂന്നാമത്തെ ചോദ്യം: താർ മരുഭൂമി കൂടുതലായി കാണപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഗോവ. ഉത്തരം രാജസ്ഥാൻ. അവസാന ചോദ്യം: മരുഭൂമിയുടെ കപ്പൽ എന്നറിയപ്പെടുന്ന ജീവി ഏത്? ആന, കീരി, ഒട്ടകം, കാട്ടുപൂച്ച. ഉത്തരം ഒട്ടകം. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.